ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അത് പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആശങ്കയുടെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ശരിക്കും എത്രത്തോളം അപകടകാരിയാണ് ഈ ഷിഗല്ല? അതാണ് ഞാൻ ഇപ്പം ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. ഷിഗല്ല യഥാർത്ഥത്തിൽ അത്രയും അപകടകാരിയല്ല. ഏറ്റവും വേഗത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ഒപിഡി ബേസിസിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ഷിഗല്ലയ്ക്ക് എഫക്റ്റീവ് ആകും. കാരണം നമ്മൾ ഒപിഡി ബേസിസിൽ സാധാരണ ഒരു വയറിളക്കത്തിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, പലപ്പോഴും സിപ്രോഫ്ലോക്സൻ പറയുന്ന മരുന്നുകൾ, ഇതൊക്കെ ഷിഗല്ലയ്ക്ക് ഫലപ്രദമാണ്. പലപ്പോഴും ഇത് ഗുരുതരാകാനുള്ള കാരണം ഇത് ചികിത്സിക്കാതെ ഡോക്ടറുടെ അടുത്ത് പോകാതെ മറ്റുള്ള ചികിത്സകളൊക്കെ കൊണ്ട് ശ്രമിച്ചു നോക്കുമ്പോൾ ഇത് കൂടുതൽ വഷളാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വയറിളക്കം കൂടി, നിർജ്ജലീകരണം കൂടി, ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, ലവണാംശങ്ങളുടെ സന്തുലിതാവസ്ഥയൊക്കെ നഷ്ടപ്പെട്ട് അവസ്ഥയിൽ വളരെ സിവിയർ ആയിട്ട് ഡീഹൈഡ്രേഷൻ പോകുന്ന സമയത്താണ് പലപ്പോഴും ഇത് ഗുരുതരാകുന്നത്. വളരെ അപൂർവമായിട്ട് ഇത് ഗുരുതരാകാൻ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും വളരെ അപൂർവം ചില ആളുകൾക്ക്, എസ്പെഷ്യലി നമ്മുടെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, പ്രായം കൂടിയ ആളുകൾ, മറ്റു പല അസുഖങ്ങളുള്ള ആളുകൾക്ക് പലപ്പോഴും ഷിഗല്ല ചിലപ്പോൾ ഹാർട്ടിനെ ബാധിക്കും. ഷിഗല്ല മയോകാർഡിറ്റിസ് എന്ന് പറയും. ഹാർട്ടിനെ ബാധിക്കാം. അല്ലെങ്കിൽ ഷിഗല്ല ചിലപ്പോൾ കിഡ്നിയെ ബാധിക്കാം. ഹീമോലൈറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോകാത്ത കാലത്തോളം ഷിഗല്ല യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഇതിന്റെ ഒരു പകരുന്ന ഒരു രീതി അതെങ്ങനെയാണ്? അതാണ് നമ്മള് കൂടുതൽ പൊതുജനം മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഷിഗല്ല പകരുന്നത് ഈ രോഗം വന്ന ആളുടെ മലത്തിൽ കൂടിയാണ് ഈ ഷിഗല്ല പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ റൂട്ട് നമ്മളെപ്പോഴും പറയും ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയും. കാരണം മലത്തിൽ കൂടി പുറത്തേക്ക് പോകുന്ന ഈ ഷിഗല്ല ബാക്ടീരിയയും കാര്യങ്ങളും ആ ആളുടെ അത് ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ മലം കലരുന്ന വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഷിഗല്ലയുമായി മലർത്താൻ സാധ്യതയുണ്ട്. ആ വെള്ളം തിളപ്പിച്ചാറ്റിച്ച വെള്ളം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഷിഗല്ല ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. രോഗം വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കൈകളിൽ ഭാഗങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഷിഗല്ല ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് കഴിക്കുന്ന കറികൾ കൂടിയും അവരുമായി വരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഈ ഷിഗല്ല നമ്മൾ ബാധിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്കുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് വളരെ കുറവാണ്. കാരണം സാധാരണ രൂപത്തിലൊരു വയറിളക്കത്തിന്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറാൻ ഒരു 1000 മുതൽ 10,000 1 ലക്ഷം ബാക്ടീരിയ ഒക്കെ കയറുന്ന സമയത്താണ് അത് രോഗം ഉണ്ടാക്കുക. ഷിഗല്ലയ്ക്ക് ഇത് വളരെ കുറവാണ്. ഒരു 10ൽ താഴെ ബാക്ടീരിയകൾ ഉള്ളിൽ കയറിയാൽ തന്നെയും അത് രോഗം ഉണ്ടാക്കാനുള്ള ശക്തി എന്നുള്ളതാണ് ഈ ഷിഗല്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.